Lord of mercy. ഇന്നലെ നമ്മള് ബിരിയാണി ഉണ്ടാക്കണം പറഞ്ഞിട്ട് രാത്രി ഉറങ്ങിയിട്ടില്ല മമ്മി. ഗൈസ്, നമ്മുടെ വ്ളോഗിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദാണ്ടെ ഇത്. ഞാൻ കഴിച്ചതില് ഷീജാന്റെ ബിരിയാണിയാണ് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മി ഉണ്ടാക്കുന്ന ബിരിയാണി മമ്മി ഉണ്ടാക്കുന്ന ബിരിയാണി നല്ലത്. മമ്മി അപ്പൊ ഞാൻ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയപ്പോ ബിരിയാണി കൊടുത്തപ്പോ മുന്നേ പറഞ്ഞു ഇതിലും അടിപൊളി ഷീജാന്റെ തന്നെ. ഏറ്റവും നല്ല ബിരിയാണി ഷീജാടെയാന്ന് പറയും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഷീജാന്റിയുടെ ബിരിയാണി. മമ്മിയുടെ ബിരിയാണി ഉണ്ടാക്കാൻ പോണ എന്റെ ചെറിയ അറ്റകുറ്റ പരിപാടികൾ ചെയ്തു തുടങ്ങി. എന്റെ അപ്പന് നോക്കൂ, ഒരു ബുള്ളറ്റ് പൊളിച്ചിട്ട് സ്കെൽട്ടൻ പരുവത്തിലാക്കി. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പറയാറുണ്ട് എന്റെ അപ്പനെ വണ്ടി ഉണ്ടാക്കൂന്ന്. അന്ന് എല്ലാരും വിചാരിച്ചത് തള്ളാന്ന്. പക്ഷെ ഇത് നോക്കൂ, ആ നഗ്ന സത്യം. വാ, മമ്മിയാണ് ഇന്നത്തെ താരം, ഞാനല്ല. ഞങ്ങളുടെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോ ഞങ്ങൾ കൂടെ ഇരുന്ന് പഠിച്ചതാ. മമ്മിയോട് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ പണ്ട് കുക്കിങ്ങിന്റെ കാര്യത്തില്. പണ്ടല്ലേ ഇതൊന്നും വെറുതിരിക്കല്ലേ ഓരോന്നരിഞ്ഞിട്ടോ. എടാ, ഇത് കാണുന്നത് നീ എന്റെ മുടി വെട്ടിയത് എനിക്ക് ഓർമ്മ വരുന്നത്. ദിലീപല്ല നമ്മള് കട്ടിംഗ് ബോർഡൊന്നും വേണ്ട മമ്മിക്ക്. കട്ടിംഗ് ബോർഡിനേലും എനിക്ക് ഇഷ്ടമാണ്. ഇതിപ്പോ വറക്കാനാണ്. കട്ടി കുറച്ച് ഞാൻ കയ്യോറ ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനാലും പറ്റില്ല. കയ്യോറ കാണാനില്ല. ദുബായിലെ മാസ്റ്റർ ഷെഫ് ആയിരുന്നു മമ്മി. എനിക്ക് മനസ്സിലായി. അവിടെ ഒരു 2-3 മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡിന്നറായി. നമുക്ക് ഗ്രില്ല് ചെയ്ത് അയച്ചിട്ടുണ്ട്. ലഞ്ചിനാണെന്നുണ്ടെങ്കിൽ അക്കായി ബൗള് മതി. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എന്തെങ്കിലും നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് നീ അങ്ങനെയല്ല കൊടുക്കാറ്. മുട്ടയും ഏതാണെങ്കിലും കൊടുക്കാറ്. അത് പണ്ട് ഞാൻ ആദ്യം ഇതൊക്കെ ചെയ്ത് നോക്കട്ടെ. എല്ലാവരും ഉണ്ടാക്കണ അത്രയൊന്നും ഭയങ്കര വെറൈറ്റി ബിരിയാണി ഒന്നും അല്ല. സാധാ ബിരിയാണിയാണ്, എളുപ്പ ബിരിയാണിയാണ്. ഫുള്ളായിട്ട് നിർബന്ധമില്ല. കട്ടിയില്ല എനിക്ക് ശ്വാസം വിടുമ്പോയി. കാര്യമായിട്ട് തന്നെ നമ്മൾ അരി കഴുകണം. ഇത് 3-4 പ്രാവശ്യം മമ്മി കഴുകണം ഞാൻ കാണുന്നു. അരി കഴുകി അരി ഇല്ലാണ്ടപ്പോ നമ്മള് എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആട്ടോ അല്ലെ മമ്മി? ബസ്മതി റൈസ്. പക്ഷെ അതിന്റെ ഇഷ്ടം ജീരകശാലയല്ലേ. ഈ ഗ്യാസ് അടുപ്പിന് ഒരു കഥ. അപ്പാപ്പൻ പെരതാമസമായിട്ട് തന്നത്. അതും എവിടെന്നാന്നറിയോ? ഗുജറാത്തില്. അന്നത്തെ കാലത്ത് 30 വർഷമായി നോക്കണേ. 27. അപ്പാപ്പൻ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവിടെ പെരതാമസത്തിന് വന്നപ്പോ കൊണ്ടുവന്നതാ. പക്ഷെ ഇത് എനിക്ക് കളയാനും ഇഷ്ടമല്ല. തീയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. ഇത്ര നാളായിട്ടും ഒരു കംപ്ലൈന്റും ഇല്ല. ക്രിസ്മസ് ഇടറില്ല, അതാർക്കും ഇഷ്ടമില്ല. അതൊക്കെ ആലോചിച്ച് അവര് കഴിക്കുമ്പോ സന്തോഷത്തോടെ കഴിച്ച് അങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടി ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. പക്ഷെ പണ്ട് മമ്മി ഇതിനും കൂടുതൽ കുക്ക് ചെയ്യാനോ എന്തൊക്കെ വെറൈറ്റി ആയിരുന്നു അറിയോ. എന്താണ് വനിതയില് വരണത് അത് വീട്ടിൽ അടുത്ത ആഴ്ച റെഡിയാ. 1 മണി വരെ വർക്കിംഗ് ഓടും, പിന്നെ സ്ലോ ആവും. മിഷൻ എന്താ പറയാ, അവിടെ ഡാഡിയുടെ ബുള്ളറ്റ് ശരിയാക്കണില്ലേ, അതുപോലെ മിഷൻ കൊറേ വർക്ക് ചെയ്യുമ്പോ ഇതാവില്ലേ. ഈ സവാള വറക്കണം. 2 സവാള അരിഞ്ഞു, കനം കുറച്ച് മാരിനേറ്റ് ചെയ്യാനായിട്ട് മുകളിലിടാൻ. ഇതൊരു സ്പെഷ്യലും അല്ല. ആരും ഇത് നോക്കി ഇങ്ങനെ ഉണ്ടാക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പൊ ഇതൊക്കെ ഒരു പണിയരാ. 2 പേപ്പർ വെക്കുന്നു. പേപ്പർ പൊട്ടിച്ചിട്ട് വന്നു ഗൈസ്. ഈ സവാള കണ്ടമാനം മൂപ്പിക്കുന്നു ഞാൻ പറയാറുണ്ട്. ഞാൻ ഇത്രയും മൂപ്പിക്കാറുണ്ടായില്ല. ഇത് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബിരിയാണിയുടെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന കേട്ടോ. ഇത് നമ്മള് ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആട്ടോ. മമ്മീനെ പിടിച്ചു നിർത്താന്നൊക്കെയുള്ള പാട്. ഇന്നലെ നമ്മള് ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് രാത്രി ഉറങ്ങിയിട്ടില്ല മമ്മി. അപ്പൊ ഷീജാന്റെ ബിരിയാണി ഷീജാന്റെ വൈകുന്നേരം ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കും. അപ്പൊ Day 1 രാത്രി എന്തൊക്കെയാണ് ഇതില് ഇഞ്ചി, വെളുത്തുള്ളി, ഇത്തിരി മല്ലിയില, സവാള, പിന്നെ എടുത്തിട്ട് കിട്ടുന്നു ആരൊന്നും ചെയ്യൂല. തക്കാളി, ഇത്തിരി. അപ്പൊ ഇത് നമ്മള് മറ്റേ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുഞ്ഞു മിക്സിയിൽ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കേട്ടോ. പിന്നെ മമ്മി ഇതിന്റെ അകത്തേക്ക് ആയിരിക്കില്ലേ പൊടി ഇടണേ? മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടുണ്ടല്ലേ. മുളക് പൊടി 1 സ്പൂൺ അല്ലേ. പിന്നെ ഗരം മസാല. ബിരിയാണി അല്ലേ വേണം. 2 പച്ചമുളക് ഇടേണ്ടതായിരുന്നു. പച്ചമുളക് ഇല്ല. ഇത് ചിക്കൻ ബിരിയാണിക്ക് കൊണ്ടുവന്നിരിക്കുന്ന പീസാണ് ഈവ.
ശരിക്കും വലിയ കഷ്ണം വേണം നിങ്ങൾ എടുക്കാനായിട്ട് കേട്ടോ. ഇത് വന്നിട്ട് ചെറിയ കഷ്ണമായിട്ട്. പ്ലീസ് പാർഡൺ മീ. അപ്പൊ ചിക്കൻ വാങ്ങുമ്പോ എന്താ പറയേണ്ടത്? ബിരിയാണി കട്ട്. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാല്ലേ ചെയ്യാ? വലിയ ഫ്രൈ ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഒന്ന്. അപ്പൊ ബിരിയാണി വ്ളോഗിന്റെ ബിരിയാണി ബ്ലോഗ് ഞാൻ എപ്പോഴും പറയണ അത്ര വലിയ ബിരിയാണി ഒന്നും അല്ലത്. ബിരിയാണി വ്ളോഗ് നിന്നെ എപ്പോഴും പറയുന്നത് അല്ല, ചില നേരത്തെ എടുത്തിട്ടറിയാന്നൊന്നും മമ്മീനെ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? തക്കാളി ചിക്കൻ്റെ ഗ്രേവി മസാല ഉണ്ടാക്കാൻ. അതുകൊണ്ടൊന്നും അധികം ഗ്രേവി വേണ്ട. അന്നമ്മയ്ക്കും ഇപ്പം അധികം മസാല കഴിക്കുന്നതിനോട് താല്പര്യമില്ല. ഹലോ, വീഡിയോ കോളാന്നല്ല, ഞാൻ വോയിസ് കോളാന്ന് വിചാരിച്ചാ. തിരക്കെന്ന് പറഞ്ഞാ ഒരാളിവിടെ വീഡിയോ പിടിച്ചോണ്ടിരിക്കാണ്, അജയ്. ഗൈസ്, ബിരിയാണി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, ലാസ്റ്റ് മിനിറ്റിലേക്കാണ്. അപ്പോഴാണ് നമ്മുടെ വല്യമ്മയ്ക്ക് ഇംഗ്ലീഷ് പാട്ട് പാടാനായിട്ടുള്ള ഒരു ഇത് പറഞ്ഞത്. അപ്പൊ നമുക്ക് വല്യമ്മയുടെ പാട്ട് കേൾക്കാം. എന്ത് പാട്ട് വല്യമ്മ? അതിന്റെ പാട്ടാണ്. ലോർഡ് ഓഫ് mercy and compassion, look with pity upon me. Father, let me call thy father, 'tis the child returns to thee. അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബേബി ക്ലാസ് എന്നാണ് പറയുന്നത്. അവിടെ മലയാളം പറഞ്ഞ അടി കിട്ടും. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫൈനായിരുന്നു. അപ്പൊ ഒരുപാട് ഫൈൻ കിട്ടിയിട്ടുണ്ടാവില്ല. 5 രൂപ, ഞാൻ 5 രൂപ കൊടുത്തിട്ടുണ്ട്. വലിയ പീസാണെങ്കിൽ നമുക്ക് ബിരിയാണിയിൽ ഇടാനും ഒക്കെ നല്ല ഭംഗിയിൽ കിടക്കും. ഇതിപ്പോൾ ടേസ്റ്റ് ആയിരിക്കും. ബിരിയാണി കട്ട് ഒരുമാതിരി വേറെ ഒരു ഭംഗിയല്ലേ. ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മള് ഇതിടണം. പട്ട, ഗ്രാമ്പു, ഏലക്ക, കരയാമ്പൂ, പെരുംജീരകം, ബേബീസ്. ഇത്ര ഞാൻ ചോറ് വേവിക്കുമ്പോൾ ആ വെള്ളത്തിലിടാൻ വേണ്ടി വെച്ചിരുന്നുണ്ട്. ഇത് ചിക്കൻ കറിക്ക് വേണ്ട സവാള. 2 സവാള. മുളക് എത്ര നമ്മൾ 4 എണ്ണം. അത് ഞാൻ മുളക് പൊടി കുറച്ചിടാൻ വേണ്ടിയിട്ട് പച്ചമുളക് കൂടുതലിട്ടാണ്. പിന്നെ നമ്മൾ ഈ മസാലയിൽ ഇട്ടിട്ടുണ്ട് മുളക് പൊടി. നമ്മളപ്പോൾ ഇതിലേക്ക് ഇത്തിരി ഉപ്പിട്ടു. മസാലയ്ക്ക് ഉണ്ട്, ചിക്കനുള്ളതൊക്കെ ഉണ്ട്. മുളക് പൊടി കുറച്ചിട്ടുള്ളൂ. എല്ലാവരും എരിവ് കുറവ് തരാം. പക്ഷെ എനിക്ക് എരിവ് കൂടുതലാണ് ഇഷ്ടം. ഇവിടെ എല്ലാവരും കുറവാണ്. അപ്പൊ ഞാനിവിടുത്തെ അല്ലാന്ന് മല്ലിപ്പൊടി 2 സ്പൂൺ അല്ലേ? സ്പൂൺ കണക്ക് പറയണ്ട, കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഈ മസാലയും കൂടി കൊണ്ട് ഇടും. ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത മസാല അല്ലേ? ഇന്നലെ മാരിനേറ്റ് ചെയ്ത മസാല. സവാളയും തക്കാളിയും കുറച്ച് മസാലയും ബാക്കിയുള്ള ചിക്കൻ മസാല ഫുള്ള് ഇതിലേക്ക് ഇട്ടോട്ടോ നമ്മൾ. അതിന്റെ ഫ്ലേവറും ആ ചിക്കനിന്റെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവില്ല അതിന്റെ അകത്ത്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വന്ന് ഓൾറെഡി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. 2 സ്പൂൺ മതി അല്ലേ? ആ ചോറിനും ചിക്കനും ഉള്ളത്. ഇത് മല്ലിയില ഇടുന്നുണ്ട് കേട്ടോ. മല്ലിയിലയും പുതിനയിലും കൂടി അരിഞ്ഞു വെച്ചത്. 2 പിടി ഇട്ടിട്ടുണ്ട് നമ്മള്. മല്ലിയില, പുതിനയില. ഇത് 2 തക്കാളി അല്ലേ? 2 ഇല്ല, 1.5 അല്ലേ? 2 ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഇട്ടോ. ഇവിടെ ഗ്രേവി കുറവ് മതി. അത് കാരണം നമ്മൾ 1.5 തക്കാളി ഇട്ടിരിക്കുന്നത്. പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്തിരി നെയ്യിടുന്നുണ്ട്. നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടും അല്ലേ? അപ്പൊ മമ്മിയുടെ ബിരിയാണി പരിപാടി ഇവിടെ തകർത്തി നടക്കാണ്. അതിൻ്റെ ഇടയിൽ മേരി മാർഗരറ്റ് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെച്ച് തീ കുറച്ചിട്ടിട്ടേ ഇവിടെ വെക്കാം. എന്നിട്ട് അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും ഇവിടെ ചോറ് വെക്കണം. അപ്പൊ നമ്മള് ഇത്ര ഗ്ലാസ് ബിരിയാണിക്ക് ഇത്ര ഗ്ലാസ് വെള്ളം എന്ന് പറയണില്ല. കാരണം നമ്മളിത് വെള്ളം ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റൈസ് ഇടും, എന്നിട്ട് ഇത് ഊറ്റി എടുക്കാൻ ചെയ്യാൻ പോണത്. നമുക്ക് വേവ് കുറച്ച് മതിട്ടോ മീ, ഒട്ടരുതേ. ഇത്തിരി മസാലകൾ ഇടും. അതെന്തൊക്കെ മസാല? ജീരകം, കാടമും എല്ലാ മസാല. ഇതില് നമ്മുടെ ഒരു മായാവിക്കോലുണ്ട്. എണ്ണ ഒഴിക്കും അല്ലേ? 2 സ്പൂൺ ഉപ്പിടും. ചോറിനുള്ള ഉപ്പ്, വെള്ളത്തിന് ഉപ്പ് തോന്നണം. ഉപ്പുണ്ട്, പക്ഷെ ഓവറല്ല. ഓവർ ആവണമെന്നല്ലേ പറഞ്ഞേ. ഇത്തിരി ഓവറായാലേ എല്ലാരും ശ്രദ്ധിക്കും. ഒരു ചെറുനാരങ്ങയുടെ പകുതി നമ്മളിതിൽ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇത് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അരിയിടാൻ. അരി അപ്പോഴുള്ളൂ. പിന്നെ വെള്ളമൊക്കെ തിളച്ച് സെറ്റായി നമുക്ക് ഞാൻ അരിയിട്ട് വേവിക്കാം. കോഴിമുട്ടയ്ക്ക് ഉണ്ടെങ്കിലല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റും ദം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്കാണോ റൈസ് ഇടാൻ പോകുന്നത്? കുറച്ചുണ്ടാക്കണുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ചിക്കനൊക്കെ കുറവ്. നിങ്ങൾ വേറെ രീതിയിലായിരിക്കും ഉണ്ടാക്കാൻ. നമ്മളുടെ ഇവിടെ ഉണ്ടാക്കുന്നത് മമ്മിയുടെ രീതി എന്ന് പറയുന്നത് ഊറ്റിയെടുത്ത് ഇതിലേക്ക് ഇടാൻ. ചോറ് വറ്റിച്ചെടുക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ എന്നിട്ട് ഒരു
ഗ്ലാസ് എനിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച്. പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടം. അണ്ടിപ്പരിപ്പും വറുത്ത സവാളയാണ് നമ്മളിതിന്റെ മുകളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത്തിരി നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു വേവ് നിർത്തിയാണ് എടുത്തേക്കണേ. ഒരു പൊട്ടിക്ക് വേവ് കുറച്ചെടുത്താലാണ് ദം ചെയ്യുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ വേവ് പിടിക്കും. ഇത് ചെറിയ പീസ് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വലിയ പീസിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഈ ചട്ടിയുടെ മുകളിൽ വെച്ചിട്ടാണ് ദം ചെയ്യാൻ പോണേ. കൊച്ചിരുന്നു പറഞ്ഞില്ല കൈ കൊടുത്തണ്ട പക്ഷെ എന്നാലിരുന്നു. ബാക്കി തേങ്ങാപ്പാൽ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു. നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് ഇവിടെ സെറ്റായി. ഇനി വിളമ്പി കഴിഞ്ഞിട്ട് ബാക്കി സംഭവങ്ങൾ കാണാം. മമ്മി മുസ്ലിംസ് ഇതിന് ഇങ്ങനെ 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 അതൊന്നുമില്ല, ഇങ്ങനെ 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 ചെയ്ത് വെക്കും. ഒരു മൈദ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കും. മുസ്ലിം ജാതി പറയണ നീ? അത് അല്ല, മുസ്ലിംസിന്റെ ബിരിയാണി അത് ആദ്യമായിട്ട് പറഞ്ഞല്ല. ചിലർക്കുണ്ടല്ലോ നമ്മുടെ അപ്പവും കോഴിക്കറിയാണ് ഭയങ്കര, ക്രിസ്ത്യൻസിന്റെ അപ്പവും കോഴിക്കറിയും, ഹിന്ദുസിന്റെ സദ്യ, പിന്നെ മുസ്ലിംസിന്റെ ബിരിയാണി, സിഖുകാരുടെ ആലു പൊറോട്ട. അല്ലേ? നല്ലല്ലേ? 1 രൂപയ്ക്ക് കിട്ടൂല ദുബായില് അല്ലേ ഗൈസ്? അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ദം പൊട്ടിക്കണം. ദം പൊട്ടിക്കണ പരിപാടി. ദം എന്ന് പറഞ്ഞാൽ മറ്റേ പശയൊക്കെ ഒടിച്ച സെറ്റപ്പ് അല്ല, പശയൊന്നും ഓടിച്ചിട്ടില്ല. നമ്മൾ അടച്ചു വെച്ചത് തുറക്കുന്ന ആ പരിപാടി ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. ബിരിയാണി റിവീലിംഗ്. മമ്മി കൈയെടുക്കട്ടെ. അപ്പൊ ഇതാണ് ഷീജ ആന്റി സ്പെഷ്യൽ ബിരിയാണി. ഈവയ്ക്ക് ഇത് മിക്സ് ചെയ്യണത് ഇഷ്ടമല്ല. അല്ല അന്നമ്മയ്ക്ക് ഇത് മിക്സ് ചെയ്യണ്ടാ ഇഷ്ടം. അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട്. മോനെ ഒരു എല്ലായിടത്തേക്കും ആവും. അല്ല ശരിക്കും എങ്ങനെ പറയാ, കുറച്ച് വൈറ്റ് ബിരിയാണി, കുറച്ച് മസാല, കുറച്ച് മഞ്ഞ. മമ്മി ഇത് മിക്സ് ചെയ്ത് ഫുൾ മഞ്ഞയോ അങ്ങനെ ചെയ്ത്. ഇപ്പൊ നോക്കിയാ മമ്മി ഇങ്ങനെയാ ഫുള്ളി മഞ്ഞയാക്കും. അല്ല ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമ്മൾ എടുക്കുമ്പോ ഒന്നും കൂടി മിക്സ് ചെയ്യണം. മോനെ അപ്പൊ ഫുഡ് ഇവിടെ റെഡി ആയി. ഓൾമോസ്റ്റ് 1 മണിയാവാൻ 15 മിനിറ്റേ ഉള്ളൂ. ഇനി എല്ലാരും വിളിക്കണം. നമുക്ക് അപ്പയ്ക്കും വിളമ്പാ. അപ്പയ്ക്കും അടച്ചു നോക്കട്ടെ കേട്ടോ. നല്ല മണമല്ലേ വല്യമ്മി? അമ്മുവാ നിനക്ക് മിക്സ് ചെയ്യാത്തല്ലേ ഇഷ്ടം? എന്നാ പക്കണ്ട അവിടെ മുട്ട ഇരിക്കുന്നുണ്ട്. അന്നമ്മ ഇപ്പൊ വരും. അന്നമ്മേ അച്ചാർ വേണം? ചൂടാ സൂപ്പർ. നല്ലോണോ? എന്നാലും മണം രുചിയോ? മണത്തിന്റെ ഒപ്പം തന്നെ രുചി. അടിപൊളി ബിരിയാണിയാണ്, വേറെ ഒന്നും പറയാനില്ല. അടിപൊളി ബിരിയാണി. പൊളി, എല്ലാം പെർഫെക്റ്റ് മമ്മി. 100 ഉപ്പ് കുറെ പോലെ തോന്നിയില്ല, പക്ഷെ അടിപൊളി ബിരിയാണി. അപ്പൊ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഗംഭീരായിട്ടുണ്ട് ഗൈസ്, ഒന്നും പറയാനില്ല. അപ്പൊ ഇതായിരുന്നു ഷീജാന്റെ സ്പെഷ്യൽ ബിരിയാണി. നല്ല ടേസ്റ്റ്. എല്ലാം നോർമലാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. അല്ല ബിരിയാണി എല്ലാ കറിയും ഒരു ചമ്മന്തി ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ ഉണ്ടാക്കണേ. അപ്പൊ ഇത് മമ്മിയുടെ വക, അതായത് മമ്മിയുടെ സ്റ്റൈൽ ഓഫ് ബിരിയാണി. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കിടിലൻ ബിരിയാണി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലോ ഏതെങ്കിലും വഴി കൂടെ നമുക്ക് അയച്ചു തരാം. മമ്മിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബിരിയാണി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി അമ്മയുടെ സ്പെഷ്യൽ എന്തെങ്കിലും കുക്കിംഗ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതായിരിക്കും എല്ലാവർക്കും എല്ലാവരും ഉണ്ടാവട്ടെ.